Next, we can do another problem. Question. This length is 4 meter and this length is 6 meter. Supports are A, B, C. And here a 10. Here a 10 kilonewton load is acting. 10 kilonewton load is acting. So these are having value I and this beam having value 2A. Okay. Now, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഹിയർ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇതിൻ്റെ എത്രയെന്ന് കാണാം. നമുക്കറിയാം ഹിയർ ഐ വാല്യൂ ഈസ് ചേഞ്ചിങ് ഫ്രം ഐ ടു 2I. സോ ദിസ് പോയിന്റ് ഡിനോട്ട്സ് എ നോഡ്. ഓക്കെ, ബി എന്ന് പറയുന്നത് ഒരു നോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഐ ടു 2I അല്ലെങ്കിൽ നോഡ് ഓർ ജോയിന്റ് ആണ്. ഓക്കെ, സോ ഈ ജോയിന്റ് ഇതിനെ രണ്ട് എലമെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? എ ബി ആൻഡ് ബി സി. ഓക്കെ, നോഡ് ഓർ ജോയിന്റ് ആയിട്ടാണ് ഇതിപ്പോൾ ആക്ട് ചെയ്യുന്നത്, കാരണം ഐ വാല്യൂ ചേഞ്ച്. സോ രണ്ട് എലമെന്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, എ ബി ആൻഡ് ബി സി. ഓക്കെ, സോ ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് പറയാൻ പറ്റും. ഒരു നോഡിൽ രണ്ടെണ്ണം ഉണ്ടാവും. സോ ഇറ്റ് ഈസ് 2. ഏതൊക്കെയാണ്? ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ ഞാൻ പറഞ്ഞു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒന്ന് ട്രാൻസ്ലേഷൻ, രണ്ടാമത്തത് ആ ജോയിന്റ് ചെയ്യുന്ന റൊട്ടേഷൻ. അങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. സോ ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് എലമെന്റ്സ് ഉണ്ട്. എ ബിയുടെ ലെങ്ത് എത്രയാണ്? 4 മീറ്റർ. ആൻഡ് വാല്യൂ എത്രയാണ്? ഐ വാല്യൂ, അതായത് ഇ ഐ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇ ഐ. നമ്മളത് ബി സിയുടെ ലെങ്ത് എത്രയാണ്? 6 മീറ്റർ. ആൻഡ് ഐ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 2I വാല്യൂസ് ആണ്. സോ 2EI ആണ് വരുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഫോം എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് അല്ലേ? ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ. അപ്പം രണ്ടാമത്തെ കേസിൽ ആദ്യം K1 ഫോം ചെയ്യാം. K1 എന്ന് പറഞ്ഞാൽ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ ബി. അതായത് ഇവിടെ എ ബി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എലമെന്റ്, ബി സി എന്ന് പറയുന്നതാണ് സെക്കൻഡ് എലമെന്റ്. അപ്പൊ എ ബി എന്ന് പറയുന്ന എലമെന്റിന് K1 ഫോം ചെയ്യാം. എങ്ങനെ ഫോം ചെയ്യാം? നമുക്കറിയാം എക്സ്പ്രഷൻ 4EI/L then 2EI/L. This is the common expression. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. 2EI/L then 4EI/L. Therefore, ഇത് നോക്കുക, എ ബിയുടെ ലെങ്ത് എത്രയാണ്? 4 മീറ്റർ. സോ നമുക്ക് എഴുതാം ഇ ഐ ഔട്ട്സൈഡ് എടുത്താൽ K1 എഴുതാം. എന്തെഴുതാം? EI ഇൻറ്റു 4/4 1. 2/4 എന്ന് പറയുമ്പോൾ അപ്പം അതിൻ്റെ ഹാഫ് എഴുതാം അല്ലേ? 1/2 1. അടുത്തത് നോക്കുക, K2 കാണണം. അതായത് സെക്കൻഡ് എലമെന്റിന്റെ ഇതേപോലത്തെ സ്റ്റിഫ്നെസ് മെട്രിക്സ് കാണണം. K2 നമുക്ക് എന്തെടുക്കാം? EI പുറത്തേക്ക് എടുക്കാം അല്ലേ? സോ EI വാല്യൂ പുറത്തെടുത്താൽ L 6 മീറ്റർ ആണ്. അപ്പോൾ 4/6 എന്ന് പറയുന്നത് എത്രയാണ്? ആൻഡ് ഓൾസോ EI എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2EI ആണ്. അപ്പം 8/6 ആണ്. 8/6 ആണ് ഇത് വരിക. 8/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/3. ഇത് എത്രയായിരിക്കും? അതിൻ്റെ ഹാഫ് 2/3. ഇതോ 2/3. ദിസ് ഈസ് 4/3 അല്ലേ? അതായത് ഇപ്പം ഇവിടെ രണ്ട് എലമെന്റ് ഉണ്ട്. അപ്പം എത്ര കോർഡിനേറ്റ്സ് മൊത്തം ഉണ്ടാവും? 1 2 3 4 4 കോർഡിനേറ്റ്സ് വരും അല്ലേ? എ ബി ബി സി എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ്, ഒരു എലമെന്റിന്റെ രണ്ടെണ്ണം വെച്ചിട്ട് 4 കോർഡിനേറ്റ്സ് വരും. നെക്സ്റ്റ് ഇത് വെച്ചിട്ട് വി ഹാവ് ടു ഫോം ദിസ് KS മെട്രിക്സ് അല്ലേ? അതായത് ഇത് K1ഉം K2ഉം കമ്പൈൻ ചെയ്യണം. അപ്പം അതിൻ്റെ ഓർഡർ എത്രയായിരിക്കും? 4/4 ആയിരിക്കും. അതെങ്ങനെ കമ്പൈൻ ചെയ്യാം? EI ഔട്ട് സൈഡ് എഴുതി ആദ്യത്തെ മെട്രിക്സ് എഴുതും ആദ്യം അല്ലേ? 1 1/2 1/2 1 1 1/2 1/2 1. ബാക്കി ടേംസ് 0. ഇത് 0. നെക്സ്റ്റ് ഇത് 0 ഇത് 0 ഇത് 0 ഇത് 0. ദെൻ 4/3 2/3 2/3 4/3
KS മെട്രിക്സ് ഫോം ചെയ്തു. ഇത്ര ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്ട്രക്ചർ ഒന്നുകൂടി വരച്ചു. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ ഇത് ചെയ്യാം. ഇത് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് സ്ട്രക്ചർ ഉള്ളത്. സോ ഇത് 10 കിലോമീറ്റർ. ദിസ് ഈസ് എ ബി സി. ഇനി ഇതിൻ്റെ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫെം മെട്രിക്സ് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കോ, എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ്, എ ബിയിൽ മെമ്പർ ലോഡൊന്നും ഇല്ല അല്ലേ. സോ ഫെം മെട്രിക്സ് എന്ന് പറയുന്നത് MF വാല്യൂ 0. എന്തുകൊണ്ടാണ്? എ ബി എന്ന് പറയുന്ന എലമെന്റിൽ മെമ്പർ ലോഡൊന്നുമില്ല. സോ ഇറ്റ് ഈസ് 0. MFBAയോ 0. MFBCയോ 0. MFCDയോ it is also MFCB also 0. അതായത് ഇവിടെ ഫെം മെട്രിക്സ് ഇല്ല. ദാറ്റ് ഈസ് 0. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈക്വലന്റ് ജോയിൻസ് ആ വാല്യൂസ് ഒന്നും ഇല്ല അല്ലേ. ജോയിൻ മൊമെന്റ്സ് കാണാനുണ്ടോ? ഫെം മൊമെന്റ്സ് 0. അപ്പോൾ ഈക്വലന്റ് ജോയിൻ മൊമെന്റ്സ് കാണാനുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫൈൻഡ് ഔട്ട് ചെയ്യാം. എത്രയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ട്രക്ചറിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഇവിടെ 1, ഒരു ട്രാൻസ്ലേഷനും ഒന്ന് റൊട്ടേഷനും. ഓക്കെ, സോ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. സോ നമുക്ക് അതുകൊണ്ട് പി മെട്രിക്സ് തന്നെ എഴുതാം. ലോഡ് മെട്രിക്സ് എഴുതാൻ പറ്റും. ഇവിടെ ഈക്വലന്റ് ജോയിൻ ലോഡൊന്നുമില്ല, പക്ഷെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലോഡ് ഇവിടെ ഉണ്ട്. എത്രയാണ്? ഈ ഫിഗറിൽ 10 അല്ലേ. അപ്പോൾ ആദ്യത്തെ ലോഡ് 10. ഇനി നോക്കുക, രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് എത്രയാണ്? അത് 0. ഇതാണ് നമ്മൾ പി എന്ന് പറയുന്ന മെട്രിക്സ്. ആദ്യത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കും, ട്രാൻസ്ലേഷൻ, വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് വാല്യൂ ഇവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട് 10. രണ്ടാമത്തേത് മൊമെന്റ് ആണ്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് വാല്യൂ 0. അപ്പോൾ പി എന്ന് പറയാൻ നമുക്ക് 10 and 0. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡി എഴുതാം. എന്താണ് ഡി എന്ന് പറയുന്നത്? ആദ്യത്തേത് ഡി എന്ന് പറയുന്നത് ഡെൽറ്റ ബി അല്ലെ. 10 എന്ന് പറഞ്ഞാൽ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് 10. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഡെൽറ്റ ബി. ദെൻ പി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് 0 മൊമെന്റ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീറ്റ ബി ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഈ 10 ട്രാൻസ്ലേഷൻ കൊണ്ടുള്ള അവിടുത്തെ റൊട്ടേഷൻ വരാം. അതെത്രയാണ്? തീറ്റ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്രോക്സിമേറ്റ് 0 ആയിരിക്കും, എന്നാലും ഒരു ചെറിയൊരു വാല്യൂസ് അവിടെ ഉണ്ടാവും. അത് തീറ്റ ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, സോ ഡെൽറ്റ ബി ആൻഡ് തീറ്റ ബി. ഓക്കെ, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ ബി, 2 എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് തീറ്റ ബി. ഓക്കെ, ഡെൽറ്റ ബി ആൻഡ് തീറ്റ ബി. ഓക്കെ, കംപ്ലീറ്റ് 0 ആയിരിക്കില്ല, ചെറിയൊരു വാല്യൂസ് വരും. ഡെൽറ്റ ബി ആൻഡ് തീറ്റ ബി. ഓക്കെ, അത് ഫെം മൊമെന്റ്സ് ഇവിടെ മെമ്പർ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് 0 എഴുതാം. പക്ഷെ ജോയിൻ ലോഡ് ഇവിടെയുണ്ട്. അതുകൊണ്ട് പി എന്ന് പറയുന്ന മെട്രിക്സിൽ ജോയിൻ ലോഡും മൊമെന്റ് ഇല്ല, അതുകൊണ്ട് അത് 0 കൊടുത്തു. അതേപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ബി ആൻഡ് തീറ്റ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് നമ്മൾ ആ കണ്ടുപിടിച്ച ആ ഒരു കോർഡിനേറ്റ്സ് ആണ്. ഇങ്ങനെയാണുള്ളത്. ഇവിടെ 1, ഇത് 2 അല്ലേ. ഇത് എത്ര ഡിസ്റ്റൻസ്? 4 മീറ്റർ. ഇതോ 6 മീറ്റർ. എ ബി സി. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ബീറ്റ മെട്രിക്സ് ഫോം ചെയ്യണം അല്ലേ. നമുക്ക് ബീറ്റ മെട്രിക്സ് കിട്ടിയാലേ നമുക്ക് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റും. ബീറ്റ മെട്രിക്സ് ഫോം ചെയ്യാൻ ആദ്യം എന്താ ചെയ്യാം? ആദ്യം ഫസ്റ്റ് കോർഡിനേറ്റ്സ് എടുക്കും അല്ലേ. ഞാനിങ്ങനെ സെപ്പറേറ്റ് വരക്കുന്നുണ്ട്. ഫസ്റ്റ് കോർഡിനേറ്റ്സ് എടുത്തു അല്ലേ. ഇത് ബി എന്ന് പറയുന്ന പോർഷൻ വരച്ചു. മറ്റൊരു ഇതായിട്ട് സിംഗിളായിട്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിൽ 1
ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കണം. എന്തുകൊണ്ടാണ്? ആദ്യത്തെ കോർഡിനേറ്റ്സ് അറിയുന്നത് ട്രാൻസ്ലേഷൻ ആണ്. അപ്പം 1 യൂണിറ്റ് ട്രാൻസ്ലേഷൻ കൊടുത്തു അതിൻ്റെ ഡയറക്ഷനിൽ. ഇതെങ്ങനെ ബെൻഡ് ചെയ്യുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീറ്റ ട്രാൻസ്ഫോർമേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഫോം ചെയ്യുക എന്നാൽ ഇങ്ങനെ ബെൻഡ് ചെയ്യും. ബി സിയിലുള്ളതോ ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇവിടെ 1 ട്രാൻസ്ലേഷൻ കൊടുക്കുമ്പോൾ ഈ എൻഡിലുള്ള റൊട്ടേഷൻ ഷുഡ് ബി 0, അതുപോലെ സി എൻഡിലുള്ള റൊട്ടേഷൻ ഷുഡ് ബി 0. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്റേണൽ റൊട്ടേഷൻ കണ്ടുപിടിക്കും. എൻ റൊട്ടേഷൻസ് അല്ലേ? എ ബിയുടെ എ എൻഡിലുള്ള റൊട്ടേഷൻ കണ്ടുപിടിക്കും, ബി എൻഡിലുള്ള റൊട്ടേഷൻ കണ്ടുപിടിക്കണം, ബി സിയുടെ ബി എൻഡിലുള്ള റൊട്ടേഷൻ കണ്ടുപിടിക്കും, സി എൻഡിലുള്ള റൊട്ടേഷൻ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ കോഡ് വെച്ചിട്ട് കോഡ് വരക്കും അല്ലേ? ഞാൻ പറഞ്ഞു എപ്പോഴും ഇതിനൊരു ടാൻജന്റ് ഉണ്ടാവില്ല. ഈ ഒരു കേർവിന്റെ ടാൻജന്റ് ആണ് ഇത് അല്ലേ? സോ എപ്പോഴും കോഡ് ടു ടാൻജന്റ് ആണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. സോ ഇത് കോഡ്, ഇത് ടാൻജന്റ്, കോഡ് ടു ടാൻജന്റ് ആംഗിൾ മെഷർ ചെയ്യും. ഓക്കെ, ആ ആംഗിൾ എന്ന് പറയുന്നത് ഇത് 4 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 1/4 ആയിരിക്കും. ഇവിടെയോ കോഡ് ടു ടാൻജന്റ്, ഇത് കോഡ്, ഇത് ടാൻജന്റ്, ആ ആംഗിളും എത്രയാണ്? 1/4. ഇനി ഈ ഒരു പൊസിഷൻ നോക്കുക, ഇത് 6 മീറ്റർ ആണ് അല്ലേ? സോ ഇതാണ് ഇതിൻ്റെ കോഡ് വരുന്നത് അല്ലേ? ബി സി എന്ന് പറയുന്ന ആ കർവിൻ്റെ കോഡ് വരുന്നത് ഇതാണ്. സോ കോഡ് ടു ടാൻജന്റ് എത്രയാണ് ആംഗിൾ വരിക? 1/6. ഇത് കോഡ്, ഇത് ടാൻജന്റ് എത്രയാണ് വരിക? 1/6. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ബീറ്റ മെട്രിക്സ് എഴുതാം. ആദ്യം എ എൻഡ് നോക്കും. അവിടെ എങ്ങനെയാണ് റൊട്ടേഷൻ പോകുന്നത്? ഡയറക്ഷൻ നോക്കിയേ, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ എത്ര എഴുതാം? -1/4. ഇനി എ ബിയുടെ ബി എൻഡ് നോക്കും. എങ്ങനെയാണ് റൊട്ടേഷൻ പോകുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോഴും നമുക്ക് എത്ര എഴുതാം? 1/4. ഇനി ബി സിയുടെ ബി എൻഡ് നോക്കും. എത്രയാണ്? ക്ലോക്ക് വൈസ്, +1/6. ബി സിയുടെ സി എൻഡ് നോക്കും. എങ്ങനെയാണ് റൊട്ടേഷൻ? ക്ലോക്ക് വൈസ്. therefore എത്ര എഴുതാം? 1/6 എഴുതാം. ഇതാണ് ആദ്യത്തെ. ഫസ്റ്റ് കോർഡിനേറ്റ്സ് എടുത്തു, അതിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു, കറസ്പോണ്ടിങ് റൊട്ടേഷൻ എൻ റൊട്ടേഷൻസ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് സെക്കൻഡ് കോർഡിനേറ്റ്സ് ചൂസ് ചെയ്യും. സെക്കൻഡ് കോർഡിനേറ്റ്സ് എങ്ങനെയാണ്? റൊട്ടേഷൻ, അതായത് ഇവിടെ 1 റൊട്ടേഷൻ കൊടുക്കണം. അതായത് ഇവിടുത്തെ റൊട്ടേഷനും 1 ആയിരിക്കണം, ഇവിടുത്തെ റൊട്ടേഷനും 1 ആയിരിക്കണം. കീപ്പിംഗ് അതർ എൻഡിലുള്ള എല്ലാ റൊട്ടേഷൻ ഷുഡ് ബി 0. ഇത് 0 ആവണം, ഇത് 0 ആവണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇത് എഴുതാം, കോളം മെട്രിക്സ് എഴുതാം. എന്ത് എഴുതാം? ആദ്യത്തത് 0, then 1, 1, അടുത്ത ലാസ്റ്റ് എൻഡിലുള്ളത് 0. സോ നമുക്ക് എഴുതാം ബീറ്റ എന്ന് പറയുന്ന മെട്രിക്സ്. ഇവിടെ 2 കോർഡിനേറ്റ്സ് ആണ് ഉള്ളത് അല്ലേ? 2 ഡയറക്ഷനിൽ നമ്മൾ യൂണിറ്റ് മൊമെന്റ് റൊട്ടേഷൻ കൊടുത്തു, അല്ലെങ്കിൽ യൂണിറ്റ് ട്രാൻസ്ലേഷൻ കൊടുത്തു. അത് കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മൾ എഴുതും. ഫസ്റ്റ് കിട്ടിയ വാല്യൂസ് ഇങ്ങനെ എഴുതും, രണ്ടാമത് കിട്ടിയ വാല്യൂസ് അടുത്ത കോളത്തിൽ എഴുതും. ഇതാണ് ബീറ്റ മെട്രിക്സ്. ഈ ബീറ്റ മെട്രിക്സ് ഫോം ചെയ്താൽ അടുത്തത് നമുക്ക് എന്താ ഫോം ചെയ്യേണ്ടത്? സ്ട്രെച്ചർ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോം ചെയ്യണം. കെ എന്താ ഇക്വേഷൻ? ബീറ്റ ട്രാൻസ്പോസ് കെ എസ് ഇൻറ്റു ബീറ്റ. ഓക്കെ, ദെൻ കെ എസ് നമുക്കറിയാം, ബീറ്റ ട്രാൻസ്പോസ് അറിയാം. സോ കെ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, കെ എസ് അല്ല, കെ മെട്രിക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇ ഐ ഔട്ട്സൈഡ് ഉണ്ടാകും. ഇ ഐ ഔട്ട്സൈഡ് ഉണ്ടാകും. സോ ആ വാല്യൂ എന്ന് പറയുന്നത് 0.298, then 0.042, then -0.042, then 2.33. ഓക്കെ, ഡി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കറിയാം എത്രയാണ്? ഡെൽറ്റ ബി തീറ്റ ബി. പി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാം, അറിയാം 10, 0. നെക്സ്റ്റ്, അതായത് ഇതിൽ ഡി ആണ് അൺനോൺ ആയിട്ടുള്ളത്. സോ ആ ഡി കണ്ടുപിടിക്കണം. എങ്ങനെ ഡി കണ്ടുപിടിക്കാം? ഡി ഈക്വൽ ടു കെ ഇൻവേഴ്സ് പി.
ഇതിൻ്റെ ഇൻവേഴ്സ് കാണാം. P വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് D ആസ് 33.64 ഡിവൈഡഡ് ബൈ EI. അങ്ങനെ തന്നെ വരും. ദെൻ 0.649 ഡിവൈഡഡ് ബൈ EI. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമ്മളെ Q കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? KS ബീറ്റ D പ്ലസ് ഫെം. നമുക്ക് ഫെം വാല്യൂ ഇവിടെ എന്താണ്? 0 ആണ്. സോ ഇക്വേഷൻ എഴുതി മതി. KS ബീറ്റ D. D കിട്ടി, ബീറ്റ അറിയാം, KS അറിയാം. Then you will get the value Q equal to ഇങ്ങനെയാണ് വരുന്നത്. -12.291 minus 11.966 plus 11.964 then 11.536. This is Q. Then you can draw many moment diagram. Okay, ഇവിടെ സപ്പോർട്ട് മൊമെന്റ് മാത്രമേ ഉണ്ടാകൂ. ഓക്കെ, ഇത് വെച്ചിട്ട് മാത്രമേ മിനിമം ഡയഗ്രം വരയ്ക്കാൻ